വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയിലെ പിഴവിനെ തുടർന്ന് കോഴിക്കോട് നാദാപുരം സ്വദേശി റീജിത്ത് മരിച്ച സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനായി 3-ാം സമിതിയെ നിയോഗിച്ചു. 48 മണിക്കൂറിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് മെഡിക്കൽ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ നിയോഗിച്ച 3-അംഗ കമ്മിറ്റി അന്വേഷിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി, സർജറി പ്രൊഫസർ ഡോക്ടർ രാജൻകുമാർ, മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷാജിത് സദാനന്ദൻ എന്നിവരാണ് അന്വേഷണ കമ്മീഷനിലുള്ളത്. 48 മണിക്കൂറിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് സർജറി വിഭാഗത്തിലെ ഡോക്ടർക്ക് ഡ്യൂട്ടിയുള്ളതിനാൽ അന്വേഷണം വൈകാനുമിടയുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ അമൃത ന്യൂസിനോട് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. SI കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുക. ചികിത്സാ പിഴവിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റീജിത്ത് മരിക്കാനിടയായ സംഭവത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാതെ മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനാണ് ആശുപത്രി വളവ് സാക്ഷിയായത്. അതേസമയം ആരോപണങ്ങൾ അവാസ്തവമാണെന്നും തെറ്റിദ്ധരിച്ചാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത് എന്നുമാണ് യൂറോളജി വിഭാഗം ഡോക്ടർമാർ അറിയിച്ചത്. ക്രിയാറ്റിൻ വളരെ അധികം കൂടുതലുള്ള ഹൈറിസ്ക് അവസ്ഥയിലൂടെ കടന്നുപോകുന്ന രോഗിയായിരുന്നു റീജിത്തെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. പഴുപ്പ് നീക്കം ചെയ്യാനുള്ള കീഹോൾ ശസ്ത്രക്രിയയെ തെറ്റിദ്ധരിച്ചതാണെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.